ഹായ് ഓൾ, എല്ലാവർക്കും സീറോ ബഡ്ജറ്റ് ഓൺലൈൻ മാർക്കറ്റിംഗ് ഫ്രീ ട്രെയിനിങ് കോഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ആബിദ ബിൻത്ത് അബ്ദുസമദ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ ആൻഡ് ഇസ്ലാമിക് സോഷ്യൽ മീഡിയ മാനേജർ. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രൊഫഷണൽ യൂട്യൂബ് ചാനൽ എങ്ങനെ സജ്ജീകരിക്കാമെന്നാണ്. പേരെങ്ങനെ തിരഞ്ഞെടുക്കാം, ലോഗോ എങ്ങനെ ഉണ്ടാക്കാം, സെറ്റിങ്സുകൾ എങ്ങനെ ക്രമീകരിക്കാം, എല്ലാം ഒരു സമ്പൂർണ്ണ ഗൈഡായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക. അതിൽ താഴെ കാണുന്ന പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ പുതുതായി നിർമ്മിച്ച ജിമെയിൽ ID ഓപ്പൺ ചെയ്യുക. വീണ്ടും പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വ്യൂ ചാനൽ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സൈഡിൽ കാണുന്ന പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ മാറ്റാൻ കഴിയും, പ്രൊഫൈൽ സെറ്റ് ചെയ്യാൻ കഴിയും, അതുപോലെ ബാനർ സെറ്റ് ചെയ്യാൻ കഴിയും. ലോഗോ ആണ് പ്രൊഫൈലായിട്ട് സെറ്റ് ചെയ്യുക. ബാനർ നമ്മുടെ സർവീസ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ബാനർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നെയിം, ഹാൻഡിൽ, ചാനൽ URL. ഇനി ഡിസ്ക്രിപ്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ChatGPT യൂസ് ചെയ്തിട്ട് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ, ചാനലിൽ എന്താണ് കൊടുക്കുന്നത്, എന്തൊക്കെ നമ്മളെ സർവീസ് കാര്യങ്ങളെല്ലതും നമ്മുടെ ബിസിനസ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ചാനലിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കുക. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കിനി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി youtube-studio.com ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുക, ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് വരിക. ഇവിടെ മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. വീണ്ടും സ്വിച്ച് അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ട് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ പുതിയതായിട്ട് ആരംഭിച്ച അക്കൗണ്ടിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് താഴെ കാണുന്ന സെറ്റിങ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സെറ്റിങ്സ് സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ ഡോളറാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് കൺട്രി സെറ്റ് ചെയ്യാം. അതുപോലെ അതിൻ്റെ താഴെയായിട്ട് നമ്മളെ കീവേഡ്സ്, അത് ഈ രീതിയിലാണ് കീവേഡ്സ് ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾ കീവേഡ്സ് ടൈപ്പ് ചെയ്യുക, ഒരു കോമ, അപ്പോൾ നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ ഈ രീതിയിൽ വരും. ഓക്കെ, ഇനി അടുത്ത സെറ്റിങ്സ്, അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, ഓഡിയൻസ് ആരൊക്കെയാണെന്നുള്ളത് സെറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള കണ്ടൻറ്റാണോ അല്ല വലിയവർക്കുള്ളതാണോ എന്നൊക്കെ നമുക്ക് എല്ലതും എപ്പോഴും ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുമിച്ചാണ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് ക്യാപ്ഷന്, അപ്പം നമ്മളിത് ഡോണ്ട് ഷോ ഇൻഅപ്രോപ്രിയേറ്റ്, ചില തെറ്റായ വിവരങ്ങൾ നമ്മളെ ക്യാപ്ഷനിൽ വരരുത് എന്നുള്ളത്. ഇപ്പോൾ ഓട്ടോമാറ്റിക് സബ് ടൈറ്റിൽസൊക്കെ വരുമ്പോൾ തെറ്റായ വിവരങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അഡ്വർടൈസ്മെൻറ്റ്, അത് ക്ലിക്ക് ചെയ്യേണ്ട, അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റാണ് വരേണ്ടതെന്ന്, അത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ താഴെ ക്ലിപ്സ്, നമ്മുടെ ക്ലിപ്സ് യൂസ് ചെയ്ത് മറ്റുള്ളവർ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നതിന് കുഴപ്പമുണ്ടോ, ഇല്ല. പിന്നെ അതിലും താഴെ തേർഡ് പാർട്ടി ട്രെയിനിങ്, നമ്മുടെ കണ്ടൻറ്റ് യൂസ് ചെയ്ത് ആപ്പുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ, അപ്പോൾ ഞാനത് ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഞാനത് ക്ലിക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അടുത്ത സെറ്റിങ്സ്, ഫീച്ചർ എലിജിബിലിറ്റി. ഫീച്ചർ എലിജിബിലിറ്റിയിൽ ഫസ്റ്റത്തേത് സ്റ്റാൻഡേർഡ് എല്ലാവർക്കും ഓൺ ആയിരിക്കും.
അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഫോൺ വെരിഫിക്കേഷനാണ് ചെയ്യേണ്ടത് എലിജിബിൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് 15 മിനിറ്റിൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനും അതുപോലെ തമ്പനെയിൽസ് സെറ്റ് ചെയ്യാൻ ലൈവ് സ്ട്രീമിങ്ങിന് ഒക്കെ സാധിക്കുന്നത് ഈ ഒരു എലിജിബിലിറ്റി ഓൺ ആക്കുമ്പോഴാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക. നമ്മൾ ആഡ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് OTP വരും. അത് ആഡ് ചെയ്ത് കൊടുക്കുക. യെസ്, കൺട്രി സെലക്ട് ചെയ്തു. മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വെരിഫിക്കേഷൻ്റെ കോഡ് വന്നിട്ടുണ്ടായിരിക്കും, OTP. അത് സബ്മിറ്റ് ചെയ്യാം. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തേത് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സാണ്. മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടൻറ് ID, ടേംസ്, ക്ലെയിംസ്, എക്സ്റ്റേണൽ ലിങ്ക് ഇൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ. എക്സ്റ്റേണൽ ലിങ്കുകളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ, എനേബിൾ ലൈവ് സ്ട്രീം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എലിജിബിൾ ഫോർ മോണിറ്റൈസേഷനൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 3 മെത്തേഡാണ് യൂസ് ചെയ്യുക. ഒന്ന് വീഡിയോ വെരിഫിക്കേഷൻ, അല്ലെങ്കിൽ വാലിഡ് ID, അല്ലെങ്കിൽ ചാനൽ ഹിസ്റ്ററി. അപ്പോൾ വീഡിയോ വെരിഫിക്കേഷൻ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ആ ഭാഗത്തേക്ക് പോവും. അതിന് ശേഷം നമ്മുടെ ഫേസ് അവർ പറയുന്ന രീതിയിൽ മുകളിലേക്ക് താഴേക്ക് അവർ ഏരോ കാണിക്കുന്ന രീതിയിൽ ഫേസ് കാണിച്ചു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഓൺ ഓക്കെ ആവും. ടെൽ വ്യൂവേഴ്സ് അബൌട്ട് യുവർ വീഡിയോ. നമ്മുടെ വീഡിയോനെ പറ്റിയുള്ളത് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ടൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സ്ഥിരം ഒരേ കണ്ടൻറ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈറ്റിൽ ഓൺ ആക്കേണ്ട ആവശ്യമില്ല, ടൈപ്പ് ചെയ്യണ്ട. പിന്നെ ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ്, ലാംഗ്വേജ് ആൻഡ് ക്യാപ്ഷൻ സർട്ടിഫിക്കേഷൻ. ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് ഓക്കെ ഓൺ ആക്കാം. ലാംഗ്വേജ് മലയാളം കൊടുക്കാം. നമ്മുടെ കണ്ടൻറ്റിൻ്റെ ലാംഗ്വേജ് എന്താണോ അത് കൊടുക്കാം. ക്യാപ്ഷൻ സർട്ടിഫിക്കേഷൻ നിർബന്ധമില്ല, എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. പിന്നെ കമൻസ് ഓണ്. കമൻസിൽ നമുക്ക് പ്രോപ്പർ അല്ലാത്ത കമൻസ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പം സ്ട്രിക്റ്റ് നിൽക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നണ്ണ്, ഒന്നും ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നണ്ണ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹോൾഡ് ഓൾ എല്ലതും ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് കമൻറ്റ് ആഡ് ആക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അടുത്തത് പെർമിഷൻസ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ മറ്റുള്ളവർക്ക് എഡിറ്റർ, മാനേജർ, സബ് ടൈറ്റിൽ എഡിറ്റർ, റിവ്യൂവർ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തന്നെ ഓണറായിരിക്കും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുമെന്നുള്ള ബേജാറിൻ്റെ ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ യൂട്യൂബ് ചാനൽ തിരികെ തരാത്ത പ്രശ്നങ്ങളും കേസും അതും ഇതൊക്കെ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരെ എഡിറ്റിങ് മാത്രം, അവർക്ക് നിശ്ചിത മേഖല മാത്രം കൊടുക്കുന്ന രീതിയാണത്. പിന്നെ കമ്മ്യൂണിറ്റി മോഡറേഷൻ, ഇതും ആഡ് ചെയ്യണം നിർബന്ധമില്ല. മാനേജ് മോഡറേറ്റേഴ്സ്. നമ്മുടെ കണ്ടൻറ്റ് മറ്റ് ആളുകൾക്ക്, മറ്റ് ക്രിയേറ്റേഴ്സിന് അവരുടെ ലൈവ് സ്ട്രീമായിട്ട് അവർക്ക് സെൻഡ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യണോ വേണ്ടതെന്നാണ്. അപ്പോൾ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ബ്ലോക്ക് ലിങ്ക്സ്. ചില ലിങ്കുകൾ നമ്മളതിലേക്ക് വരുന്നത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം ലൈവ് സ്ട്രീമിങ്ങിന് കൊടുക്കാൻ പറ്റും. ആ രീതിയിലൊക്കെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ എന്തൊക്കെ പെർമിഷൻ ആർക്കൊക്കെ കൊടുക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇനി അടുത്ത സെറ്റിങ്സ് ഡിഫോൾട്ട് ക്ലിക്ക് ചെയ്തു. അതിൽ നമുക്ക് ഇതുപോലെ തന്നെ ഹോൾഡ് ചെയ്യണോ കമൻറ്റിനെ പറ്റിയിട്ട്, എങ്ങനെയാണ് മോഡറേറ്റേഴ്സ് ഹോൾഡ് ചെയ്യണോ വേണ്ടേ, കമൻറ്റ്സ് ഓൺ ആക്കണോ,
തുടങ്ങിയ കാര്യങ്ങളാണ്. സ്ട്രിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചീത്ത കമൻസുകളൊന്നും നമ്മുടെ ചാനലിൽ വരില്ല. പിന്നെ മോഡറേഷൻസ് നൺ, അല്ലെങ്കിൽ ബേസിക് ഹോൾഡ് പെർമനൻ്റ്, അത് നണ്ണാണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി ഹെൽപ്പ് മേക്ക് യൂട്യൂബ് മോർ ഇൻക്ലൂസീവ്, അത് നമ്മളൊരു സർവേ ചെയ്യാനാണ്. അതിപ്പം ഞാൻ ചെയ്യുന്നില്ല, ഇതും നിർബന്ധമില്ലാത്ത കാര്യമാണ്. ഓക്കെ, നമ്മൾ വേണമെങ്കിൽ സർവേ അറ്റൻഡ് ചെയ്യാം, അതിലുള്ള ക്വസ്റ്റ്യൻസിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് എഗ്രിമെൻറ്റ്. ഇവിടെ എഗ്രിമെൻ്റ് ഒന്നുമില്ല, അപ്പം ഓക്കെ നമ്മൾ സേവ് ചെയ്തു. ഇത്രയും കാര്യങ്ങളായാൽ കസ്റ്റമൈസേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഓക്കെ, ചാനൽ സെറ്റിങ്സ് കഴിഞ്ഞു. ഇനി കസ്റ്റമൈസേഷനാണ് വരുന്നത്. ഇവിടെ ഇത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ മൊബൈൽ ആപ്പിലും ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇത് ഡിസ്ക്രിപ്ഷൻ. നമുക്ക് മലയാളത്തിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലാംഗ്വേജ് സെറ്റ് ചെയ്യുക, മലയാളം, എന്നിട്ട് ഇവിടെ മലയാളം ലാംഗ്വേജ് കൊടുക്കുക. അപ്പോൾ ഈ സൈഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഡിസ്ക്രിപ്ഷനും വരും. ഓക്കെ, ട്രാൻസ്ലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും സെയിം ഡിസ്ക്രിപ്ഷൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇനി അടുത്തത്, ഇനി താഴെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് റെഡിയായി. ഇനി അടുത്തതായിട്ട് ചാനൽ URL ആണ്. ഇത് കോപ്പി ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്താൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ലിങ്കുകൾ, നമുക്കിപ്പോൾ വാട്സപ്പ് ലിങ്ക്, ഫേസ്ബുക്ക് ലിങ്കൊക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ ലിങ്ക് ടൈറ്റിലിൻ്റെ അവിടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് എന്നും അപ്പുറം URLഉം കൊടുക്കുക. ഇവിടെ താഴെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, ഇമെയിൽ ID കൊടുക്കുക. അതിന് താഴെ ഏറ്റവും താഴെ നമ്മുടെ വാട്ടർമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഇത്രയും ആയി കഴിഞ്ഞാൽ മുകളിൽ വ്യൂ ചാനൽ ക്ലിക്ക് ചെയ്യുക, ചാനൽ കണ്ടിട്ട് ബാക്കോട്ട് വരിക, പിന്നെ പബ്ലിഷ്. ഓക്കെ, ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ചാനൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഒരിക്കലും യൂട്യൂബ് സ്റ്റുഡിയോ ഫസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ക്രോമിൽ പോയി അങ്ങനെ ചെയ്യരുത്. അപ്പം നേരെ ഈ സ്റ്റുഡിയോയിലേക്കാണ് വരിക. അപ്പോൾ ഈ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ സെർച്ച് ചെയ്ത് ഈ നമ്മുടെ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ, ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ക്രോമിൽ പോയിട്ട് വീഡിയോ സെറ്റിങ്സിൽ കുറച്ച് ചെയ്യാനുണ്ടാവും കാര്യങ്ങൾ. അപ്പോഴും നമ്മളിത് ഒന്നെങ്കിൽ ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വേണം ക്രോമിൽ പോയി യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് പോവാം. ഇനി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നമ്മൾ പുതിയ അക്കൗണ്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് എത്തുക. അപ്പോൾ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഡാഷ്ബോർഡ്, അവിടെ പെൻ ഐക്കൺ, മുകളിൽ കാണുന്ന പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും, ഡിസ്ക്രിപ്ഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഹോം ടേബിൾ ഷോ യുവർ ചാനൽ ഹോം സെറ്റിംഗ് കൊടുത്താൽ നമ്മുടെ ചാനലിൽ ഹോം ടാബ് ഓൺ ആയിരിക്കും. ഓക്കെ, പിന്നെ യൂട്യൂബ് റെക്കമെൻഡ്സ് യുവർ കണ്ടൻറ്റ് ബേസ്ഡ് ഓൺ വ്യൂവേഴ്സ് ഇൻട്രസ്റ്റ്. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും നമ്മളെ കണ്ടൻറ്റ് മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്. മുകളിൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ബാനർ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ മൊബൈലിൽ ആഡ് ചെയ്തിട്ടുള്ള ബാനറുകൾ പോയി സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി താഴെ സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പുഷ് നോട്ടിഫിക്കേഷൻ, നമുക്ക് എന്തൊക്കെ നോട്ടിഫിക്കേഷൻ വരണമെന്ന്, അനാലിറ്റിക്സ്, അച്ചീവ്മെൻറ്റ്സ്, പോളിസി തുടങ്ങിയെല്ലാം, കമൻറ്റ്സ് ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കറൻസി സെറ്റ് ചെയ്യാൻ പറ്റും.
ഏത് കറൻസിയാണോ, ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പീസാണ്, അപ്പം കറൻസി സെറ്റ് ചെയ്തു. പെർമിഷൻസ് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ നമ്മളെ കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ്. മാനേജറായിട്ടോ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുള്ള കാര്യങ്ങളാണ്. എഡിറ്ററായിട്ടാണോ, മാനേജറായിട്ടാണോ, സബ് എഡിറ്ററാണോ, വ്യൂവറാണോ, ലിമിറ്റഡ് വ്യൂവറാണോ തുടങ്ങിയ കാര്യങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് പെർമിഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ ക്രിയേറ്റർ ഡെമോഗ്രഫിക് അത് സർവേ ആണ്, നിർബന്ധമല്ല, ഞാൻ ചെയ്യുന്നില്ല. പിന്നെ അപ്പിയറൻസ് നമുക്ക് ഡാർക്ക് തീമിൽ നമുക്ക് കാണുന്ന രീതിയിലാക്കാൻ പറ്റും. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഇതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കണ്ടൻറ്റ്. പിന്നെ പ്രൈവസി പോളിസി, ടേംസ് ഓഫ് പോളിസി ഒക്കെയും ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇനി താഴെ കണ്ടൻറ്റിലേക്ക് പോയാൽ നമ്മളെ വീഡിയോസൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാവുക. പ്ലസ് ഐക്കൺ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ്, അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ വീഡിയോ. മുകളിൽ കാണുന്നത് ഇതിപ്പം ഞാൻ വെരിഫൈ ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം തമ്പനെയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റം തമ്പനെയിൽ ആഡ് ചെയ്യാൻ പറ്റും. താഴെ നമ്മൾ ടൈറ്റിൽ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ കൂടുതലും ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലൊക്കെയും കീവേഡ്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക, അതാണ് മെയിൻ കാര്യം. പിന്നെ നമ്മൾ ഫസ്റ്റ് അൺലിസ്റ്റിൽ ഇടുക, എന്നിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞതിൻ്റെ ശേഷം വേണം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ 24-ാം തീയതിയിലേക്ക് ഇപ്പോൾ 5 മണി, വൈകുന്നേരം 5 മണി PM. ഓക്കെ, വൈകുന്നേരം 5 മണിക്ക് ഇത് പബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ സെറ്റസ് പ്രീമിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്ത് പൈസ കൊടുത്തിട്ട് കാണുന്നതുണ്ടല്ലോ, പ്രീമിയേഴ്സിന് മാത്രം കാണുന്നത്, ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ലൊക്കേഷൻ ആഡ് ചെയ്യാം. കേരള കൊടുക്കുമ്പം അതിനോടനുബന്ധിച്ചുള്ള സെർച്ച്, അതുപോലെ മലയാളീസിനൊക്കെയാണ് കൂടുതൽ സജഷൻസ് പോവുക. പിന്നെ പ്ലേലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓഡിയോ വീഡിയോ റീമിക്സിന് അലോ ചെയ്യണോ, ഡോണ്ട് അലോ റീമിക്സിങ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ നമുക്കിഷ്ടമല്ലേ. പിന്നെ പെയ്ഡ് പ്രൊമോഷൻസ് ഉണ്ടോ, ഇല്ല. ആൾട്ടേഡ് കണ്ടൻറ്റ് ഉണ്ടോയെന്ന്, നമ്മൾ മറ്റുള്ളവരെ കണ്ടൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് അടിക്കണം. പിന്നെ കമൻറ്റ്സ് ഇവിടെ ഓൺ ആക്കിയിടണം, എന്നാലേ കമൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, കമൻറ്റ് കാണുള്ളൂ, മറ്റുള്ളവർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ആർക്കുള്ളതാണ്, നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് മുകളിലുള്ള ഷോർട്ട് വഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് കാണാൻ പറ്റും. മോസ്റ്റ് വ്യൂഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത്, നമ്മുടെ കണ്ടൻറ്റുകൾക്ക് അനുസരിച്ച് എന്തൊക്കെ ഉണ്ടോ എല്ലാതും വിസിബിലിറ്റി വെച്ചിട്ട് അൺലിസ്റ്റഡ് ഏതൊക്കെ, പ്രൈവറ്റ് ഷെഡ്യൂൾ ചെയ്തത് എന്തെല്ലാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് മുകളിലുള്ളത്. ഇനിയുള്ള കാര്യം മോർ ദാൻ ഓർ ലെസ് ദാൻ. മോർ ദാൻ 100 ആളുകൾ കണ്ടതാണ് വെച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. വിസിബിലിറ്റി റെസ്ട്രിക്ഷൻസ്, മെയ്ഡ് ഫോർ കിഡ്സ് ഏതൊക്കെയാണ്, നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ഏതൊക്കെയാണ്, സെറ്റ് ചെയ്യാത്ത ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഇവിടെ വന്ന് നോക്കാൻ പറ്റും. നമുക്ക് അതെല്ലാം ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോ കണ്ടെയ്ൻസ് ക്ലിപ്പുകൾ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഏതൊക്കെയാണ്, നമ്മളെ വീഡിയോ ക്ലിപ്പുകൾ യൂസ് ചെയ്തിട്ടുള്ള. പിന്നെ ഉള്ളത് അനലിറ്റിക്സ് പോയ ട്രെൻഡ്സ്, ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ടോപ്പിക്സ് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പിക്കിളിനെ പറ്റിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുക്കിംഗ് ചാനലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരള പിക്കിൾ സെർച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒക്കെയാണ് യൂട്യൂബിൽ കൂടുതൽ സെർച്ച് വരുന്നതെന്ന്. ഇത്രയും കാര്യങ്ങളാണ് യൂട്യൂബിൽ സെർച്ചിൽ കൂടുതൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അതിൽ തന്നെ മീഡിയം വോളിയം, ഹൈ വോളിയം തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ
കാണുന്നത് ഏതൊക്കെ, കുറച്ച് സെർച്ച് ചെയ്യുന്നത് ഏതൊക്കെ, കണ്ടൻറ്റ് ഗ്യാപ്പ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. മീഡിയം വോളിയാണ്, കണ്ടൻറ്റ് ഗ്യാപ്പും ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലെല്ലതും സെയിം ആയിരിക്കണം എന്നില്ല. നമ്മുടെ ചാനലിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് അവസാനമായിട്ട് കണ്ട സെയിം ടോപ്പിക്ക് നമ്മൾ അവസാനമായിട്ട് കണ്ടതാണ് ഇതൊക്കെ. ഇതിൽ തന്നെ കൂടുതൽ കണ്ടത് എന്നുള്ളതുകൊണ്ട്. പിന്നെ ഓവർവ്യൂ, നമ്മൾക്ക് എത്ര വ്യൂസ് കിട്ടി, ടോപ്പ് കണ്ടൻറ്റ് ഏതാ നമ്മൾ അപ്ലോഡ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മുടെ ചാനലിലേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോപ്പ് വീഡിയോസ് ഉണ്ട്, ടോപ്പ് റീമിക്സ്ഡ്, ഏതിലാണ് റീമിക്സ് ചെയ്തത് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഓഡിയൻസിൻ്റെ ഏജ്, ഏത് ടൈപ്പ് ഡിവൈസാണ് യൂസ് ചെയ്തത്, ജെൻഡർ ഏതായിരുന്നു, ജിയോഗ്രഫി ഏത് സ്ഥലത്തു നിന്നാണ്, സബ് ടൈറ്റിൽ ഏതാണ്, ഏത് ലാംഗ്വേജിലാണ് കൂടുതൽ കണ്ടത്, വാച്ച് ടൈം എത്രയാണ് ആവറേജ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓഡിയൻസ് വാച്ചസ്, ചാനൽ നമ്മൾ ഓഡിയൻസ് കാണുന്ന മറ്റു ചാനലുകൾ, ഫോർമാറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി കമ്മ്യൂണിറ്റിയിൽ നമുക്ക് കമൻറ്റുകൾ മുഴുവനും കാണാൻ കഴിയും, എന്തൊക്കെ കമൻറ്റാണ് വന്നത്, അങ്ങനെ. അതുപോലെ റിട്ടേണിങ് വ്യൂവേഴ്സ്, നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന വ്യൂവേഴ്സ് എത്രയുണ്ട്, അത് തന്നെ 365 ദിവസത്തെ, ഒരു വർഷത്തെ കാണാൻ കഴിയും, ഒരു മാസത്തേത്, 9 ദിവസത്തെ, 90 ദിവസത്തെ, അങ്ങനെ നമുക്ക് മുകളിൽ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് അനലിറ്റിക്സ് നോക്കാൻ കഴിയും. ഇത് തന്നെ നമുക്ക് ഏണിങ്സ്, പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒന്ന് മെമ്പർഷിപ്പ്, സൂപ്പേഴ്സ്, ഷോപ്പിംഗ്. 500 സബ്സ്ക്രൈബേഴ്സും 3 വീഡിയോ അപ്ലോഡും ഉണ്ടെങ്കിൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടും. ഓക്കെ, 500 സബ്സ്ക്രൈബേഴ്സും 3 വീഡിയോ അപ്ലോഡും. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് കിട്ടും. അപ്പോൾ സൂപ്പേഴ്സ്, ചാറ്റ്സ്, കാര്യങ്ങളൊക്കെ, സൂപ്പർ ചാറ്റൊക്കെ ആയിട്ട് നമുക്ക് ഫാൻ ബേസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് പ്രൊഡക്ട്സ് നമ്മുടെ സ്റ്റോറിലൂടെ സെല് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓൺ പ്രൊഡക്ട്സ്. പിന്നെ 3000 വാച്ച് അവർ, 3 മില്യൺ ഷോർട്സ് വ്യൂസ് ആണ് വെച്ചാൽ സം ബെനിഫിറ്റ്സ്. കുറച്ചും കൂടി ക്രൈറ്റീരിയകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും. പിന്നെ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കഴിയണം. അത് കഴിഞ്ഞാൽ ഗെറ്റ് നോട്ടിഫൈഡ്, നമുക്ക് എപ്പോഴാണോ ഇത് മോണിറ്റൈസ് ആവണം ആ സമയത്ത് നമ്മളെ അറിയിക്കും. പിന്നെ ഉള്ളത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും 10 മില്യൺ ഷോർട്സും. ഇത് അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ്. ഇപ്പോൾ നമ്മൾ പ്രൊഫഷണലായിട്ടൊരു യൂട്യൂബ് ചാനൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ചാനൽ പേര് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമേ തീരുമാനിക്കേണ്ടത് നിങ്ങൾ എന്ത് തരത്തിലുള്ള വീഡിയോ ചെയ്യണം. നിങ്ങളെ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിനോടനുബന്ധിച്ചുള്ള പേരുകൾ തന്നെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ പേര് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അതേ പേര് തന്നെ ബാക്കിയുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും സെയിം പേര് തന്നെ യൂസ് ചെയ്യാൻ, സെയിം ഫോർമാറ്റിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കോണ്ടൻറ്റുകൾ ഒരുമിച്ച് സെർച്ചിൽ വരാൻ ഹെൽപ്പ് ചെയ്യും, സെർച്ച് ഒപ്റ്റിമൈസ് ആവും. ഓക്കെ, പിന്നെ സിമ്പിൾ ആകുന്നതാണ് നല്ലത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ടെക് വിത്ത് മനു, അമ്മച്ചീസ് കിച്ചൺ, അതുപോലെയുള്ള. പിന്നെ ഉള്ളത് നമ്മൾ ക്യാൻവ പോലുള്ള സൗജന്യ ടൂൾസ് ഉപയോഗിച്ച് ലോഗോ, അതേപോലെ തന്നെ തമ്പനയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാനർ സെറ്റ് ചെയ്യുക. ആദ്യം ബാനർ സെറ്റ് ചെയ്യുക. ബാനറിൽ നിങ്ങളെന്താ ചെയ്യുന്നതെന്നുള്ള അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഐഡിയ ഉണ്ടാവുക. ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ മാക്സിമം കീവേഡ് യൂസ് ചെയ്ത് ChatGPT വഴി ഡിസ്ക്രിപ്ഷൻ എഴുതാൻ, ChatGPTയോട് ചോദിച്ചിട്ട് ആ രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ശ്രമിക്കാം. ChatGPTയിൽ ഹൗ ടു അല്ലെങ്കിൽ മേക്ക് എ ഡിസ്ക്രിപ്ഷൻ ഫോർ മൈ യൂട്യൂബ് ചാനൽ, എബൌട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ പേര് കൊടുക്കുക, എന്നിട്ട് ഇൻക്ലൂഡിങ് കീവേഡ്സ്, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ടൈപ്പ് എന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ കിട്ടും. പിന്നെ ഉള്ളത്
നമ്മൾ ഒന്നാമത്തെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ആരാണ്, ഏത് തരത്തിലുള്ള വീഡിയോ ആണ്, എന്താണ് ഏതാണെന്നൊക്കെ ഒന്നാമത്തെ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഒരു ബിസിനസ് ആകുമ്പോൾ അത് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. എങ്ങനെ ഒരു പിന്നെ തമിഴിലും ടൈറ്റിലും ഒരേ രീതിയിലുള്ള തന്നെ കൂടുതൽ കുത്തി നടക്കാതെ സിമ്പിളായിട്ടുള്ള ഫോട്ടോസും സിമ്പിളായിട്ടുള്ള ഈ കണ്ടൻറ്റുകളും ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അട്രാക്റ്റീവായിട്ട് ബ്രൈറ്റ് കളർ യൂസ് ചെയ്യുക. നമ്മുടെ ഈ ബിസിനസ് ആണെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ലോഗോ ബ്രാൻഡിങ് കാര്യങ്ങളോടനുബന്ധിച്ചുള്ള തംബ്നെയിൽസിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ടൈറ്റിൽ എപ്പോഴും ക്യാച്ചി ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അത് എങ്ങനെയാണ് വേണ്ടതെന്ന് ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുക. നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഷെഡ്യൂൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഒരാഴ്ചക്കൊക്കെ സെറ്റ് ചെയ്താൽ നമുക്ക് ഒഴിവ് കിട്ടിയിട്ടില്ലെങ്കിലും കണ്ടൻറ്റ് ഓട്ടോമാറ്റിക്കലി ആഡ് ആയിക്കോളും, പബ്ലിഷ് ചെയ്തോളും. ഓക്കെ. ഒരു യൂട്യൂബ് ചാനൽ വളരാൻ ഏറ്റവും വേണ്ട 2 കാര്യങ്ങൾ. ഒന്ന് കണ്ടൻറ്റ് ഈസ് ദ കിങ്. നല്ല കണ്ടൻറ്റ് ഉണ്ടാക്കുക, നല്ല തംബ്നെയിൽസ് കൊടുക്കുക, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി, സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ. ഇതുവരെ വീഡിയോ കണ്ടതിന് താങ്ക് യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.